അത് ശരിയാ. ഇപ്പൊ പണമല്ല അവന്റെ ലക്ഷ്യം, മറ്റെന്തോ ആണ്. തുമ്മാർ ലെറ്റർ ഒന്നും എന്നെ ഭയപ്പെടുത്തില്ലല്ലോ. നീ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് അവനെ ചെയ്തേ. അപ്പൊ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ വെറുതെ ഇരുന്ന് ഓരോന്ന് പറയല്ലേ. നീ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ കൂടെ ആരെങ്കിലും ചെയ്താണ്. എന്നാലും വെറുതെ ഇങ്ങനെ ലെറ്റർ എഴുതില്ല. കറക്റ്റ് സച്ചേട്ടൻ പറഞ്ഞത്. ഒരാള് ചെയ്ത തെറ്ററിയുന്ന മറ്റൊരാള് അവര് ബ്ലാക്ക്മെയിൽ ചെയ്യാനായി ഇങ്ങനെ കത്ത് എഴുതുന്നത് ഞാനൊരു നോവലില് വായിച്ചിരുന്നു. അല്ല, സുധിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറയുന്നത്? എങ്കിൽ ഇവന്റെ കൂടെ ഇവിടെ ചെയ്താണ്. ഞാനെന്ത് തെറ്റ് ചെയ്യാനാ? ദേ, അനാവശ്യം പറയരുത്. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഉറപ്പായിട്ട് തെറ്റ് ചെയ്താണ്. രണ്ടും പിന്നെ ഫ്രോഡുകളാണല്ലോ. സുധി, സച്ചി അല്ലാതെ ചെയ്തത്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മളെ വരട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ രണ്ടുപേരും തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളെ ഒരാൾ വരട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെട്ടൂടെ? ആ അതെ, അച്ഛൻ പറഞ്ഞ എന്റെ ശരി. വൈകിണ്ട, ഇപ്പൊ തന്നെ പരാതി കൊടുക്കാം. നീ വാ, സ്റ്റേഷൻ പോ, ഞാൻ വരാൻ നിന്റെ കൂടെ. വേണ്ട, പരാതിയൊന്നും കൊടുക്കണ്ട. അല്ല, അതെന്താ കൊടുത്ത? എന്താ കൊടുക്കണ്ടെന്ന് പറയുന്നത്? അല്ല, കേസ് കൊടുത്താ അത് ഞങ്ങളുടെ ബിസിനസിനെ ബാധിക്കും. പിന്നെ വീട്ടിലും ഷോറൂമിലും ഒക്കെ അന്വേഷിക്കാനായിട്ട് പോലീസ് വരും. ആളുകൾക്ക് സത്യമൊന്നും അറിയില്ലല്ലോ. പിന്നെ അവര് തെറ്റിദ്ധരിക്കും. കസ്റ്റമേഴ്സ് വരാതെയാവും. ഷോറൂം പൂട്ടേണ്ടി വരും. അത് ശരിയാ, കേസ് വേണ്ട. ഓ, ശ്രുതി പറഞ്ഞത് ശരിയാ. ഇനിയും ലെറ്റർ കൊണ്ട് തന്ന അപ്പ ആലോചിച്ച പോരെ? വേണ്ട, നമുക്ക് ചെയ്യാം. അത് മതി. ശരി, ഞാനായിട്ട് ഇനി നിർബന്ധിക്കുന്നില്ല. ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ആവാം. ഇനി ലെറ്റർ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി പോയിട്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കാം. ഇനി ഈ വിഷയം ഇവിടെ ആരും സംസാരിക്കണ്ട കേട്ടോ. സച്ചിൻ എന്തേ ആലോചിക്കുന്നത്? പാർലമെന്റത്തിൽ തന്ത്രപൂർവ്വം വിഷയം അവസാനിച്ചത് എന്തോ കള്ളത്തരമുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ആ വിഷയം അങ്ങ് വിട്. ലെറ്ററിന് പിന്നിലെ സച്ചിൻ അല്ലാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇല്ല രവി, അങ്ങനെ വിടാൻ പറ്റില്ല. ഞാനാണ് ആ ലെറ്ററിന്റെ പിന്നിൽ നിന്ന്. ആ സ്വാമി എന്തിനാ പറഞ്ഞു? അവൻ തന്നെ സുധിക്ക് ലെറ്റർ കൊടുത്തു വിടുന്നത്. അവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മണ്ടൻ സുധി, അവന്റെ കാര്യം ഓർക്കുമ്പോ ചിരിയാ വരുന്നത്. നിനക്ക് ചിരി. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ കനലിലെരിയുന്ന പോലെ ഞാൻ ആ വീട്ടിൽ നിന്നത്. എനിക്ക് പേടിയാവുന്നടേ. എന്തിനാ വൈകുന്നേ? ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എന്റെ ജീവിതം കൊണ്ടുള്ള കളിയായത്. ഈ നവീൻ ദാസ് എന്തിനാ സുധിയോട് സച്ചിയുടെ പേര് പറഞ്ഞത്? ഈ വിഷയം ആളി കത്താൻ വേണ്ടിയാവും അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം പേടിച്ചിട്ട് ഞാൻ അവന് കാശ് കൊടുക്കുമല്ലോ. സച്ചിയുടെ പേര് അവൻ തന്ത്രപൂർവ്വം പറഞ്ഞതാ. പോരാത്തതിന് സച്ചിയോട് അവന് വൈരാഗ്യമുണ്ട്. ബുദ്ധിയോടെയാ അവൻ കാര്യങ്ങൾ നീക്കുന്നത്. എന്നെ തീ തെറ്റിക്കുക അവൻ. നവീൻ ദാസ് പറഞ്ഞത് വിശ്വസിച്ച് സുധി സച്ചിയുടെ മെക്കിട്ട് കയറി എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെ വിചാരണ ചെയ്തു. ഇനി അവൻ വെറുതെ ഇരിക്കുവോ? ഇല്ല, അതാണ് എനിക്ക് കൂടുതൽ ഭയം. ലെറ്റർ കൊടുത്ത ആൾ ആരാണെന്ന് അവൻ കണ്ടുപിടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അവൻ പറഞ്ഞതാ. നവീൻ ദാസിന് അവൻ ഉറപ്പായും കണ്ടുപിടിക്കും. അവനെ ഇടിച്ച് എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്ന് പറയിപ്പിക്കും. അതോടെ എന്റെ ജീവിതം ക്ലോസ്. ശ്രുതി, ഇനി എന്ത് ചെയ്യും? എല്ലാം കൈവിട്ട് പോയല്ലോ. ഈ വിഷയത്തിന് അവന്റെ ശ്രദ്ധ മാറ്റണം. അവനെ വഴിതിരിച്ചു വിടണം. അതെങ്ങനെ സാധിക്കും? സച്ചിയുടെ ഫോണിലുള്ള വീഡിയോ എടുത്ത് ആന്റണിക്ക് കൊടുക്കണം. ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. ആ വീഡിയോ നിനക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. എടുക്കാൻ നോക്കിയിട്ട് തട്ടിലിനടിയിൽപ്പെട്ട് ഉരുണ്ട് ഓരോരുത്തർ രക്ഷപ്പെട്ടതല്ലേ നീ? അങ്ങനെ എളുപ്പം അവന്റെ ഫോൺ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീരെ, അന്ന് നിർഭാഗ്യം കൊണ്ടത് മിസ്സായി പോയതാ. അവന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. എങ്ങനെ എടുക്കും? ഞാനല്ല, നീ എടുക്കും. ഞാനോ? ആ, അവന്റെ ഫോൺ ഞാൻ എങ്ങനെ എടുക്കാനോ? നീ ഒരു ചെറിയ ട്രിപ്പ് പോകാനായി അവന്റെ കാർ ബുക്ക് ചെയ്യാ. കാറിൽ യാത്ര ചെയ്യുമ്പോ നിന്റെ ഫോണിലെ ചാർജ് തീർന്നു, അത് ഓഫായി പോയി, അർജന്റ് ആയിട്ട് ഒരു കോൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ ഫോൺ വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് ശരത് ആന്റിയുടെ കാശ് മോഷ്ടിക്കുന്ന വീഡിയോ അവന്റെ ഫോണിൽ നിന്ന് നീ എന്റെ ഫോണിലേക്ക് അയക്കണം. അവന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? അവന്റെ മുന്നിലേക്ക് നീ എന്നെ പിടിച്ചിട്ട് കൊടുക്കാണോ? എനിക്ക് പേടിയോ. നീ വേറെ വഴി നോക്ക്. എടി, പേടിക്കാനൊന്നുമില്ല. ഒന്നും സംഭവിക്കില്ല. എനിക്ക് വേണ്ടി നീ ഇതൊന്ന് ചെയ്യേ. വീഡിയോ ഞാൻ നിനക്ക് അയച്ചാ നീ അത് ആന്റണിയുടെ ഫോണിലേക്ക് അയക്കും. അവൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടും. ആകെ പ്രശ്നമാവും. വീഡിയോ എങ്ങനെ പുറത്തായി എന്ന് സച്ചി അന്വേഷിക്കും. ഒടുക്ക എന്നെ പിടികൂടും. എന്തിനാ എന്നെ ബലിയേടാക്കുന്നെ? എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ശ്രുതി. ഒരിക്കലും നിന്നിലേക്ക് എത്തില്ല. എന്റെ ഫോണിലേക്ക് നീ വീഡിയോ അയച്ചോടൻ ഞാൻ കാണും. അപ്പൊ തന്നെ നീ അത് ഡിലീറ്റ് ചെയ്യണം. സച്ചിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ആ വീഡിയോ പുറത്തെത്തിയതിന് പിന്നിൽ നീയാണെന്ന് അവൻ ഒരിക്കലും അറിയാൻ പോണില്ല. ഞാൻ പറഞ്ഞൊന്ന് ചെയ്യും മീരെ. എന്താടി, നിനക്ക് പേടിയാണോ? റിസ്ക് എടുക്കണോ ശ്രുതി? സിംഹത്തിന്റെ വായിൽ തലയിടുന്നത് പോലെ ഇത്. മീരെ, എനിക്കിപ്പോ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ വീഡിയോ എടുത്തേ പറ്റൂ. ആ വീഡിയോ റിലീസ് ചെയ്താ ശരത്തിനേക്കാൾ പ്രശ്നം രേവതിക്കായിരിക്കും. അവൾക്ക് പിന്നെ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. പാവം, അവൾ എന്ത് പിഴച്ചു? അവളാണോ പാവം? അവളെ കുറിച്ച് നിനക്ക് അറിയില്ല. അവളും സച്ചിയും കൂടെ ചേർന്ന എനിക്ക് തലവേദന ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ചെയ്താ രണ്ടുപേരെ ആന്റി വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ ആ ശല്യം കൂടെ ഒഴിവാക്കി കിട്ടും. മീരെ, നീ ഞാൻ പറഞ്ഞ ഒന്ന് ചെയ്യാ. ശരി, എനിക്ക് പേടിയുണ്ട്. എന്നാലും നിനക്ക് വേണ്ടി ഞാനിത് ചെയ്യാം. ആ, താങ്ക്സ്. ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി ക്ഷേത്രത്തിനകത്തുണ്ടാവോ? ആ സച്ചി, നീ എന്താ ഇവിടെ? ക്ഷേത്രത്തിലൊന്നും വരുന്ന പതിവില്ലല്ലോ. അതൊക്കെ കല്യാണത്തിന് മുന്നേ. ഇപ്പൊ ഞാൻ ആകെ മാറി. ശക്തിയുള്ള പ്രതിഷ്ഠയാ. മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാലേ ആഗ്രഹിച്ച് എന്ത് നടക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ല, ഒരാളെ അന്വേഷിച്ചു വന്നതാ. അല്ല, നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ? എന്ത് ചോദ്യം? ഞാൻ മാനേജറല്ലേ, അപ്പൊ എല്ലാ ദിവസവും വരണ്ടേ? പിന്നെ ഇവിടെ ഒരു സ്വാമി വന്നിരുന്നു പറഞ്ഞു. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അല്ല, അദ്ദേഹം ഇപ്പൊ ഇവിടെ ഉണ്ടോ? അല്ല, ക്ഷേത്രത്തിനകത്ത് വല്ലതും? അവൻ സ്വാമിയൊന്നുമല്ല, ഒരു ഫ്രോഡ്. ക്ഷേത്രത്തിൽ അന്നദാനത്തിന് സംഭാവന നൽകണമെന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ആളുകളുടെയൊക്കെ കാശ് വാങ്ങിക്കാൻ ക്ഷേത്രവും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചപ്പോ ദൈവം എല്ലാവരുടെയും ആണെന്ന് പറഞ്ഞു. പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാ ഒരു ഫ്രോഡ് സ്വാമി വേഷം കെട്ടി ഇറങ്ങിയതാണെന്ന് മനസ്സിലായത്. എല്ലാവരും ചേർന്ന് നന്നായിട്ട് പെരുമാറി. ഒടുക്കവൻ ഓടി രക്ഷപ്പെട്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. അവൻ ആരാ, എവിടെയുള്ളവനെന്ന് അറിയോ? ഇല്ല, എത്ര ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല. എന്നാലും അവന്റെ രൂപം എങ്ങനെ ഉണ്ടാവും? എല്ലാവരും കൂടി അവനെ അടിച്ചപ്പോ ഞാൻ ഒരു വീഡിയോ എടുത്തായിരുന്നു. അത് ഞാൻ കാണിച്ചുതരാം. ഇവനോ? സച്ചിക്ക് ഇവനെ അറിയാവോ? ഊരും പേരൊന്നും അറിയില്ല, പക്ഷെ ഇവനെ എനിക്കറിയാം. ഒരു തെമ്മാടിയാ, ഫ്രോഡ്. ഇവൻ എന്റെ അടി വാങ്ങിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇനി ഇവനെ കണ്ടാ എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ഓ, ആയിക്കോട്ടെ. ശരി, കാണാം. ഹലോ. പറ മേഡം, മൈത്രി നഗറോ? പോലോ. അല്ല, ഞാൻ എവിടേക്കാ വരേണ്ടത്? ശരി, വരാം.
നീയോ? ഞാനല്ലേ ട്രിപ്പ് വിളിച്ചത്. ഓ നീയായിരുന്നാ? ഞാൻ കരുതി വേറെ ആരാണ്. നീ എന്തിനാ എന്റെ കാർ തന്നെ ബുക്ക് ചെയ്തേ? വേറൊരാൾ തന്ന നമ്പറാ. സച്ചിയാണെന്ന് അറിയില്ലായിരുന്നു. ആ ആരായാലും ട്രിപ്പ് പോയ പോരെ. മൈത്രനഗർ പോണെന്നല്ലേ പറഞ്ഞേ? ആ വണ്ടി കയറാം. ചോദിച്ചാ ഇവൻ ഫോൺ തരുവോ? എത്ര വയസ്സ് മുതൽ കാർ ഓടിക്കുന്നുണ്ട്? ഞാൻ 18 വയസ്സ് പോലും. അല്ല നിന്നെ എപ്പോഴും പാർലറിന്റെ കൂടെ കാണാമല്ലോ. നിനക്ക് വേറെ ജോലിയൊന്നുമില്ല? ഉണ്ട്, ഞാൻ IT വർക്ക് ചെയ്യുന്നുണ്ട്. നീ എന്തിനാ ജോലിക്ക് പോകാതെ എപ്പോഴും പാർലറിന്റെ കൂടെ ചുറ്റി കറങ്ങുന്നേ? അവൾ എന്റെ ഫ്രണ്ട് അല്ലേ? അവളുടെ ഫ്രണ്ടാവാതിരിക്കുന്ന നല്ലത്. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലില്ല. ഹലോ ലിസി. ഞാൻ വന്നോണ്ടിരിക്കുക. ഫയലോ? ഹലോ ഹലോ. അയ്യോ, ഫോണില് ചാർജ് തീർന്നല്ലോ. അർജന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ഇപ്പൊ ചെയ്യ? അതെ ചാർജ് ചെയ്തോ? അതെ, ഈ ചാർജർ സെറ്റ് ആവുന്നില്ല. കോൾ ചെയ്യാൻ സച്ചിയുടെ ഫോണിന്ന് തരുമോ? അല്ല, അർജന്റ് ആയതുകൊണ്ടാ. എന്താ ഫോൺ വാങ്ങി വെച്ചിട്ട് വിളിക്കുന്നില്ലേ? അല്ല, നമ്പർ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഈ മൊബൈൽ ഫോൺ വന്നതോടെ ആരുടെ നമ്പർ ബൈഹാർട്ട് അല്ലല്ലോ. ലാസ്റ്റ് നമ്പർ 52 ആണോ 56 ആണോ? ഉച്ചഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകാറുണ്ടോ? ട്രിപ്പില്ലെങ്കിൽ പോകും. വീട് കിട്ടി. ശ്രുതിയുടെ ഫോണിലേക്ക് അയക്കാം. രേവതിയായിരിക്കും വിളിക്കുന്നത്. ഫോണിതാ. അയ്യോ, ഞാൻ വിളിച്ചിട്ട് തരാം. അതില്ല, ഫോണിതാ. ഹലോ രേവതി. അതെ, വീട്ടിലേക്ക് വാ. ഞാനൊരു ചെറിയ ട്രിപ്പ് പോവാ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞാനേ സച്ചിന് വേണ്ടി സച്ചിന് ഇഷ്ടപ്പെട്ട അപ്പം ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? എന്താ പറഞ്ഞേ? എന്നോടുള്ള ഇഷ്ടം കാരണമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഉണ്ടാക്കുന്നതെന്നോ? എനിക്ക് നിന്നോടും അതുപോലെ ഇഷ്ടമുണ്ടല്ലോ. അതെ, വാക്കിൽ പറഞ്ഞാ പോരാ. പിന്നെന്താ വേണ്ട? നിനക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി വാങ്ങിക്കൊണ്ട് വരണോ? അതൊന്നും വേണ്ട, സച്ചേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. നീ ഭക്ഷണം ഉണ്ടാക്കിയല്ലേ? എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്ക്. എല്ലാ ജോലിയും നീ തന്നെ ഇങ്ങനെ എടുക്കണമെന്നൊന്നുമില്ല. ഫോൺ വെക്കുന്നില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് രേവതി. കത്ത് കൊടുക്കുന്ന ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചോ? ആരായാലും ക്ഷേത്രത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴല്ലേ അവൻ ആരാണെന്ന് മനസ്സിലായത്. അവൻ ആരാണ് എന്താണെന്നൊക്കെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം എനിക്കും പറയാനുണ്ട്. ശരി ശരി, എന്നാലേ ഞാൻ പെട്ടെന്ന് വരാം. നീ ഫോൺ വെച്ചോ. ശരി. എന്തിനാ ഇവിടെ നിർത്തിയേ? നീ പറഞ്ഞ സ്ഥലത്തി ഇറങ്ങ. ആ ഫോൺ ഇങ്ങ് തരുമോ? ഞാൻ ഫോൺ ചെയ്തിട്ട് ഇറങ്ങാം. നീ വേറെ ആരെങ്കിലും ഫോൺ വാങ്ങും. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. മീര, എന്തായി? അവന്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തോ? ഇല്ലടി, എടുക്കാൻ പറ്റിയില്ല. നിന്നേക്ക് എന്തിനു കൊള്ളാം? ഒക്കെ പ്ലാൻ ചെയ്തല്ലേ? പിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവന്റെ മുന്നിൽ എത്തിയപ്പോ നിന്റെ മുട്ട് വരച്ചോ? എന്റെ ഫോണിൽ ചാർജ് തീർന്നു. അർജന്റായി കോൾ ചെയ്യാൻ ഫോൺ വേണമെന്ന് പറഞ്ഞ് അവന്റെ ഫോൺ വാങ്ങിച്ചതാ. അതില് നീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ തന്നെ ആ വീഡിയോ നീ എനിക്ക് അയക്കണ്ടേ? അയക്കാൻ നോക്കുമ്പോ ആ ഫോണിലേക്ക് രേവതിയുടെ കോള് വന്നു. അവൻ എന്റെ ഫോൺ വാങ്ങി. അവൻ രേവതിയോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഫോൺ വാങ്ങി വീഡിയോ എനിക്ക് അയച്ചു തരായിരുന്നല്ലോ. അവൻ സംസാരം നിർത്തണ്ടേ? ഞാൻ ഇറങ്ങുന്നത് വരെ അവര് ഫോണിൽ സംസാരിക്കായിരുന്നു. ശ്രുതി, സത്യം പറയാലോ, പരസ്പരം എത്ര വഴക്കടിച്ചാലും അവരെ പോലെ സ്നേഹമുള്ള കപ്പിൾസ് വേറെയില്ല. സച്ചി രേവതിയോട് സംസാരിക്കുന്നത് കേൾക്കാൻ എന്ത് രസം. വളരെ റൊമാൻറ്റിക് ആയിട്ടാ സംസാരിക്കുന്നത്. എന്തൊരു സ്നേഹം അവര് തമ്മില്. സച്ചിയുടെ സംസാരത്തില് പാലും തേനും ഒഴുകുക. നിന്റെ സുധിയുടെ ലൈഫ് കണ്ടപ്പോ എനിക്ക് കല്യാണമേ കഴിക്കണ്ടെന്ന് തോന്നിയതാ. പക്ഷെ സച്ചി രേവതിയോട് സംസാരിക്കുന്നത് കേട്ടപ്പോ കല്യാണം കഴിച്ച കൊള്ളാമെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വീഡിയോ കിട്ടാത്തതിന്റെ ടെൻഷനില്ല ഞാൻ. അപ്പോഴാ നീ അവർക്ക് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് കൊടുക്കുന്നത്. ശ്രുതി, ടെൻഷൻ ആവാതെ നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ അവന്റെ ഫോൺ എടുക്കാം. അതിന് ആ വീഡിയോ എടുത്ത് അയക്കുകയും ചെയ്യാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ട. ഓക്കെ, എടി കട്ട് ചെയ്യല്ലേ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? നിനക്ക് ഞാൻ ചെറുക്കനെ അന്വേഷിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഷോക്കാവുന്ന കാര്യം പറയാനുള്ളത്. ശ്രുതിക്ക് ലെറ്റർ കൊടുത്ത് വിടുന്നത് നവീൻ ദാസ് ആണെന്ന് സച്ചി കണ്ടുപിടിച്ചു. നവീൻ ദാസോ? ശ്രുതിക്ക് ലെറ്റർ കൊടുത്ത് വിടുന്ന ആളെ കണ്ടെത്തി ക്ഷേത്രത്തിൽ അന്വേഷിച്ചു പോയപ്പോഴാ ആളെ കുറിച്ച് മനസ്സിലായതെന്നൊക്കെ ഫോണിൽ രേവതിയോട് പറയുന്നത് കേട്ടു. നവീൻ ദാസ് സത്യങ്ങളൊക്കെ സച്ചിയോട് പറഞ്ഞാണോ? അതൊന്നും എനിക്കറിയില്ല. എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം. നീ കരുതിയിരിക്കണം ശ്രുതി.